സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. രാത്രികാലവും കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രികാലവും ദാസനെ ദൈവം ബലപ്പെടുത്തിട്ട് കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏവർക്കും ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രേരണി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ ഇതിനെ ലീഡർഷിപ്പ് നൽകുന്ന കർത്താവിന്റെ ദാസനും കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗീയ കോടതിയെ കുറിച്ചാണ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പ്രേയറിന്റെ പ്രാർത്ഥനയുടെ തലങ്ങൾ പല രീതിയിലാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവര് പല രീതിയിലും ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞായിരുന്നു. എന്റെ ജീവിതത്തിൽ നടന്ന സംഭവം എങ്ങനെയായിരുന്നു എന്ന് അത് ആദ്യത്തെ ദിവസം പറഞ്ഞായിരുന്നു. നമുക്ക് നമ്മുടെ കുറിവാക്യം ആദ്യം വായിച്ചിട്ട് നമ്മൾ ഈ നീതിയുള്ള വിധികൾ പ്രഖ്യാപിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇത് മുമ്പേ പറഞ്ഞ മാതിരി തങ്കച്ചനായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞേ? പ്രാർത്ഥിച്ച പാസ്റ്ററുടെ പേരെന്തായിരുന്നു? ദാനിയൽ. തങ്കച്ചനായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത്. ദാനിയൽ എന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ നമ്മളിപ്പം പേര് നമുക്ക് തെറ്റിയെന്നുണ്ടെങ്കിൽ കർത്താവിന് തെറ്റൊന്നുമില്ല. നമ്മൾ എന്ത് ഉദ്ദേശത്തോടു കൂടി പ്രാർത്ഥിച്ചോ കർത്താവിന് തെറ്റുന്നില്ല. നമുക്ക് നമ്മുടെ പേര് തെറ്റിപ്പോയെന്നിരിക്കും, വാക്കുകൾ തെറ്റിപ്പോയെന്നിരിക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മളെ ആവശ്യം നല്ലതുപോലെ കർത്താവിന് അറിയാം. അഥവാ തെറ്റിപ്പോയി അതുകൊണ്ട് അത് ഇതായിപ്പോയെന്നൊന്നും ചിന്തിക്കുകയൊന്നും വേണ്ട. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും കറക്റ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. ഞാൻ പറയുന്നതിന്റെ എല്ലാം സാരം ഇത്രയേ ഉള്ളൂ. കാരണം ഇന്ന പോലെ പ്രാർത്ഥിക്കാവുന്നൊന്നും ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ പൗലോസ് പറയുന്നത് നമുക്ക് വീണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിവുള്ളിടത്തോളം എത്രയും വേഗം മറുപടി കിട്ടുന്ന ഒരു ലെവലിലേക്ക് എത്തണം. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ദിവസവും നമ്മൾ വചനം പഠിക്കുന്നതനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം. എങ്ങനെ എനിക്ക് മുന്നേറെത്താൻ സാധിക്കും? ഞാൻ ഇന്ന് ഉദാഹരണം ബോസം പ്രേരണി പറഞ്ഞ മാതിരി അന്നേരം സങ്കീർത്തനത്തെ കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ആ സമയത്ത് പറഞ്ഞതുപോലെ നമ്മള് സങ്കീർത്തനങ്ങളിൽ കർത്താവിനെ ഒത്തിരി സ്തുതിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കർത്താവിന് വചനം പറയുന്നു സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് ദൈവം. അപ്പൊ നമ്മൾ സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അത് പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ നമ്മൾ കണ്ടു. അത് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അവര് പാടി സ്തുതിച്ചപ്പോൾ പിറ്റേ ദിവസം രാവിലെ അവരെല്ലാം ശത്രുക്കളെല്ലാം ശവങ്ങളായി കിടക്കുമ്പോൾ കണ്ടു എന്നാണ് അതിനകത്ത് വായിക്കുന്നത്. മക്കളെ, അപ്പൊ ഒരേ രീതിയിലല്ല എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, പല രീതിയിലാണ്. അപ്പം ഈ കോട്ട എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്. ഇത് മാത്രമല്ല ഉള്ളത്. നമുക്ക് നോക്കാം. ആദ്യം കുറിവാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 12:18-22 വായിച്ചാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അടുക്കലല്ലോ എന്നല്ലയോ? അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. സോറി. താങ്ക് യു. പിന്നെയോ
പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട് യേശുവുണ്ട്, നമ്മളെ ശുദ്ധീകരിക്കുന്ന വേണ്ടി രക്തമുണ്ട്, നമുക്ക് നീതി തരുന്നതിന് വേണ്ടി പിതാവായ ദൈവം സിംഹാസനത്തിനായി അവിടെ ഇരിപ്പുണ്ട്, ആദ്യജാതന്മാരുടെ സഭ അവിടെയുണ്ട്, പഴയ നിയമ വിശുദ്ധന്മാരുടെ നീതിമാന്മാരുടെ കൂട്ടം അവിടെയുണ്ട്. ഇത്ര വലിയൊരു സമൂഹത്തിന്റെ മുൻപിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കെതിരായിട്ട് ഒരു ശത്രുവുണ്ട്. ആ ശത്രുവിനെ കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലാണ്, അതിന്റെ 6-7 വാക്യം. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് മതി. അപ്പൊ അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവയായ ദൈവം ചോദിച്ചു, നീ എവിടെ നിന്നാ വരുന്നത്? അത് 2 പ്രാവശ്യം കാണാൻ സാധിക്കും. 2-ാം അധ്യായത്തിലും ഇതേമാതിരി തന്നെ അവിടെ ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് നമ്മുടെ പ്രതിയോഗിയായി നമ്മളെ കോർട്ടിൽ കൊണ്ടു ചെല്ലുന്നത്, അവിടെ ജഡ്ജിന്റെ അടുത്ത് കൊണ്ടു ചെല്ലുന്നത് ഇംഗ്ലീഷ് വായിക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം കർത്താനാസിലൊന്ന് വായിച്ചാട്ടെ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റും നടക്കുന്നു. ഓക്കെ, നമ്മുടെ പ്രതിയോഗിയായ പിശാച് എന്ന് പറയുമ്പോൾ ബി സോബർ, ബി വിജിലന്റ്, ബിക്കോസ് യുവർ അഡ്വൈസറി ദ ഡെവിൾ as a roaring lion walketh about seeking whom he may devour എന്ന് നമ്മൾ വചനത്തിനകത്ത് വായിക്കുന്നു. ആരാണ് അഡ്വൈസറി? കർത്താവ് അഡ്വൈസറിയോട് ഉള്ള പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ന്യായാധിപന്റെ അടുക്കൽ, അത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപന്റെ അടുക്കൽ ഒരു സ്ത്രീയെ വിടുന്നതായിട്ട് ഉപമയായിട്ട് നമ്മളോട് പറയുന്നത് കാണാൻ സാധിക്കും. 24/7 നമ്മളെ വിഴുങ്ങാൻ ഓടി നടക്കുകയാണ് ഈ പിശാച്, സാത്താൻ. ദൈവമക്കളോടാണ് ഈ പ്രശ്നം, അല്ലാതെ മറ്റൊരു ഓൾറെഡി അവന്റെ കയ്യിലാണ് കിടക്കുന്നത്. നമ്മൾ ആരാണെന്നും നമുക്കെന്ത് സാധിച്ചെടുക്കാൻ കഴിയുമെന്നും അവന് നല്ലതുപോലെ അറിയാം. അപ്പൊ നമ്മൾ വിജിലന്റ് ആയിരിക്കണം. വിജിലന്റ് എന്നുള്ള വേടിന്റെ അതിന്റെ അർത്ഥം എന്താ? കർത്താനാസനെ നിർമ്മതരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മനസ്സിലാകുന്നില്ല. വിജിലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? കെയർഫുൾ ആയിരിക്കണമെന്നോ? എങ്ങനെയാ അതിന്റെ അർത്ഥം? ജാഗ്രതയായിരിക്കുക എന്നൊക്കെ, ജാഗ്രത എന്നൊക്കെ പറയാം. ജാഗരൂകരായിരിക്കുക, ഉണർന്നിരിക്കുക, കരുതലോടിരിക്കുക. കരുതലോടിരിക്കുക, അതെ, ദാറ്റ്സ് റൈറ്റ്. അപ്പൊ നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം. ജാഗ്രത എന്നുള്ള വേർഡാണ് അതിന് ശരിയായിട്ടുള്ള വേർഡ് പറയണ്ടേ. കരുതലോടിരിക്കുക, ഉണർന്നിരിക്കുക, ജാഗരൂകരായിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മുടെ വിഷയങ്ങള്. ഇതാണ് നമ്മളോട് ദൈവവചനം നമ്മളെ അനുശാസിക്കുന്നത്. നമുക്കൊരു ശത്രുവുണ്ട്. അവൻ നമുക്ക് കിട്ടേണ്ട നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ കാര്യം ദൈവം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നതിനെ തടയുകയാണ് അവൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ബലാൽക്കാരികൾ ബലാൽക്കാരേണ ദൈവരാജ്യത്തെ പിടിച്ചടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബലമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കേണ്ടതായിട്ടുള്ള നന്മകളെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ പിടിച്ചെടുക്കേണ്ട ചുമതല നാം ഓരോരുത്തരുടെയുമാണ്, ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കോർട്ടിലേക്ക് പോകുന്നത്.
ഉദാഹരണത്തിന് നിങ്ങൾക്ക് അനുകൂലമായി കിടക്കുന്ന കുറച്ച് പൈസയുണ്ട്, ഗവൺമെന്റിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടാനുള്ളതാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നില്ല. കിട്ടാത്തതിന് ലോകപരമായിട്ട് നമുക്ക് എവിടെ ചെല്ലാൻ പറ്റും? നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് അങ്ങനെ പോകാനായിട്ട് അനുവാദമില്ലാത്തത് കൊണ്ട് നമ്മൾ എവിടെ പോകാൻ പറ്റും? ഈ കോടതി, സ്വർഗീയ കോടതി ചെല്ലാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് ഡിവോഴ്സിന് വേണ്ടി പോകുന്നു. ഇപ്പം അതൊരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കതിനെ നേരെയാക്കി എടുക്കണം. നമുക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവരും കേൾക്കത്തില്ല. നമ്മൾ കോടതി പോയിട്ട് പറഞ്ഞാലും അത് നടക്കാനും പോകുന്നില്ല. പിന്നെ നമുക്ക് ഈ കേസ് എവിടെ കൊണ്ട് ചെല്ലാൻ പറ്റും? സ്വർഗീയ കോടതി കൊണ്ട് ചെല്ലാൻ സാധിക്കും. നമുക്ക് പറ്റാത്ത ചില വിഷയങ്ങളാണ് അതൊക്കെ. നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കൈക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കിട്ടിയെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അത് ഇനി നമ്മൾ നോക്കണം. ഞാൻ 1-2 വിധികൾ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ പോവാണ്. 76-ാം സങ്കീർത്തനം എന്താണ്? 76-ാം സങ്കീർത്തനത്തിന്റെ 8ഉം 9ഉം വാക്യം. സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു, ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. ഇനി ഇപ്പൊ നമുക്കൊരു വിഷയമുണ്ട്, ആരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? സ്വർഗത്തിൽ നിന്നൊരു വിധി കേൾപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് കേൾപ്പിച്ചേക്കുന്നത്? ഭൂമിയിലെ സാധുക്കളെ രക്ഷിപ്പാൻ. അപ്പൊ നമ്മൾ ഈ വചനമേ എടുക്കണം. എടുത്തിട്ട് കർത്താവ് അവിടെ നിന്ന് ഒരു വിധി പുറപ്പെട്ടിട്ടുണ്ട്, ഭൂമിയിലുള്ള സാധുക്കളെ രക്ഷിപ്പാൻ. അതുകൊണ്ട് എന്റെ രക്ഷയ്ക്കായി ഈ വിധി ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് വേണ്ടി, എന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ വിധി കൽപ്പിച്ചിരിക്കുന്നു. ആ വിധി നടപ്പിലായി തീരട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യം ആര് വിധി കൽപ്പിച്ചു എന്നാണ്. ആവശ്യത്തിന് വേണ്ടി വിധി കൽപ്പിച്ചു. അപ്പൊ നമ്മൾ ഇത് എവിടെ ചെന്നാ പറഞ്ഞിരിക്കുന്നത്? കോടതിയുടെ മുൻപാകെയാ പറഞ്ഞിരിക്കുന്നത്. കോടതിയിലാണ് വിധി ഉള്ളത്. ആ വിധി അവിടെ നമ്മൾ നിന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലെന്നോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴോ നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ പറയുമ്പോൾ അവിടെ നിങ്ങൾ ഓൾറെഡി ദൂതന്മാരുടെ മധ്യത്തിലാണ്, എല്ലാവരും അവിടെ ഉണ്ട്. നമ്മൾ അത് പറയുമ്പോൾ ആ വിധി അതുപോലെ അങ്ങ് നടക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അടുത്ത വേറൊന്ന് നോക്കിയാണ്, റെവലേഷൻ 19-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവനും വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യണം? നീതിയോടെ വിധിക്കുന്നവൻ, പോരാടുന്നവൻ. നിങ്ങൾ ഒരു മുറിയിൽ കയറി കഥ അടച്ച് നിങ്ങൾക്ക് എല്ലാവരോടും എല്ലാ വിഷയവും പറയാൻ പറ്റത്തില്ല. ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മുന്നിലോട്ട് വരും. മുമ്പേ പറഞ്ഞ പോലെ സ്തുതികളിന്മേലാണ് വസിക്കുന്നത്. ദൈവ സാന്നിധ്യം നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം നിങ്ങൾ സ്വർഗം തുറന്നിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ കാണണം. ആർക്കേ അത് കാണാൻ പറ്റുള്ളെന്നറിയാമോ? ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. ഹൃദയത്തിൽ പ്രയാസമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധി വരുന്നവർക്ക് സ്വർഗം തുറന്നിരിക്കുന്നത് കാണാം. കാരണം എന്താണെന്നറിയാമോ? അവർ ആവശ്യബോധത്തോടെയാണ് നിൽക്കുന്നത്. ആവശ്യബോധത്തോടെ വരുന്നുണ്ടെ സ്വർഗം തുറന്നിരിക്കുന്നത് കാണും. കാണുക മാത്രമല്ല, അപ്പോൾ തന്നെ വായിക്കുന്നത് അതേ പരിധി നിങ്ങൾ കാണണം, ദർശിക്കണം. വെള്ളക്കുതിര പ്രത്യക്ഷം, അതിന്മേൽ ഇരിക്കുന്നവൻ വിശ്വസ്തനും സത്യവാനുമെന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും
പോരാടുകയും ചെയ്യുന്നു. എന്റെ വിഷയത്തിന് വേണ്ടി വിധി കൽപ്പിക്കുന്നതിന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വിധി എനിക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാവുണ്ട് അങ്ങേറ്റ് പറയണം. അന്നേരം നിങ്ങളുടെ വിഷയങ്ങൾക്ക് എന്തോ ഉണ്ടാകുമെന്ന് അറിയാമോ? പരിഹാരമുണ്ടാകും. അത് ഈ പരിഹാരം ഉണ്ടാകുന്നവരെ ഈ വാക്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. കാരണം നിങ്ങളുടെയാണ് ആവശ്യം. ആവശ്യക്കാർക്ക് മാത്രമേ അതിനകത്ത് അങ്ങനെ ചെല്ലാൻ പറ്റത്തുള്ളൂ. കാരണം ആവശ്യമില്ലാത്തവന് അതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നോർമലായിട്ട് അവന് നടന്നു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് ഞാൻ നിങ്ങളെ കാണിച്ചാണ് പണ്ട്, എന്നാലും ഒന്നുകൂടെ കണ്ടു. ഈ ന്യായവിസ്താര സഭ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. 7-ാം അധ്യായത്തിന്റെ 9-10 വാക്യം ഒന്ന് വായിച്ചാട്ട് ന്യായവിസ്താര സഭയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നി നദി അവന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. അപ്പം ന്യായവിസ്താര സഭ ആർക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്? നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ന്യായവിസ്താര സഭയിലോട്ട് ചെല്ലണം. ഇതെന്തോ ഇത് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. അത് അവരെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനല്ല ഞാൻ വായിക്കുമ്പോൾ കാണുന്നത്. ഞാൻ വായിക്കുമ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ വായിക്കുമ്പം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇരുന്നതായിട്ട് നിങ്ങൾ കാണണം. അത് ആർക്ക് വേണ്ടി എഴുതപ്പെട്ടോ അതല്ല ഇപ്പോഴത്തെ എൻ്റെ വിഷയം. ഇപ്പോഴത്തെ എൻ്റെ വിഷയം എന്താണ്? എൻ്റെ വിഷയത്തിന് എന്തുണ്ടാകണം? പരിഹാരം ഉണ്ടാകണം. അതല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും വിഷയം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ വായിക്കുന്നത് അതേമാതിരി അക്ഷരീയമായി കാണുമ്പോൾ മാത്രമേ എനിക്കത് ലഭിക്കത്തുള്ളൂ. എന്തിനാ ഞാനിത് പറഞ്ഞു തരുന്നത്? നമ്മള് നമ്മുടെ ജീവിതത്തിലെ ആവശ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് വേറെ ആദ്യം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടല്ലേ വേറൊരാളുടെ ആവശ്യം പ്രാർത്ഥിക്കുന്നതാണോ? അല്ലയോ? എനിക്ക് എന്റെ കാര്യം തന്നെ സാധിച്ചെടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് അലി സഹോദരിയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പണി മാത്രം നടക്കുമോ? നടക്കത്തില്ല. അതിനൊട്ട് സമയവും കിട്ടത്തില്ല എനിക്ക്. കാരണം എന്താണ്? ഞാൻ ഓരോ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് അനേകര് എന്ത് ചെയ്യുക, ആദ്യം അവരുടെ കാര്യങ്ങൾ പറയുന്നു. നമ്മൾ വിചാരിക്കും യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു എന്ന് കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞിട്ട് യോബ് പ്രാർത്ഥിച്ചത്. ആര് പറഞ്ഞിട്ട്? കർത്താവ് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച, അല്ലാതെ യോബ് സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചതല്ല. കർത്താവ് പറഞ്ഞു നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരോട് പറഞ്ഞു നീ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമെന്ന്. അങ്ങനെയല്ലേ രണ്ടിടത്ത് എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചേ യോബിന്റെ പുസ്തകത്തിനകത്ത്. അല്ലാതെ യോബ് സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചൊന്നും അതിനകത്ത് എഴുതിയിട്ടൊന്നുമില്ല. 42-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അങ്ങനെ തേമാന്യനായ എലിഫസും സൂര്യനായ ബിൽദാദും നൈമത്യനായ സോഫറും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ യോബിന്റെ മുഖത്തെ ആദരിച്ചു. അവര് കൽപ്പിച്ചതുപോലെ അവര് ചെയ്തപ്പോഴാണ് ദൈവം ആരുടെ മുഖത്തെ ആദരിച്ചത്? യോബിന്റെ. നമ്മൾ ചിന്തിക്കുന്നത് യോബ് സ്വന്തമായിട്ടല്ലായിരുന്നു ചെയ്തത്. അവരോട് പറഞ്ഞു യോബിന്റെ അടുക്കൽ ചെന്ന് നീ ഇത് എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ ആകയാൽ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ യോബിന്റെ അടുക്കൽ കൊണ്ട് എന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പിൻ. എന്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മുടക്കിയാക്കണം നിങ്ങളോട് ചെയ്യാതിരിക്കും. അപ്പൊ പ്രാർത്ഥന ആർക്കായിരുന്നു ആവശ്യം? സഹോദരങ്ങൾക്കായിരുന്നു ആവശ്യം. അപ്പൊ അവരുടെ ആവശ്യം ആര് പറഞ്ഞു? ഈ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഇന്ന പോലെ ചെയ്തിട്ട് യോബിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. യോബ് അന്നേരമാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കണം, യോബിന്റെ വിഷയത്തിൽ യോബ് വേണം വിഷമിച്ചിരിക്കുകയാണ്. യോബിനും പരിഹാരം വരണം, വേണ്ടായോ? എന്നാൽ ഇവര് ദൈവത്തെ കുറിച്ച്
നല്ല സംസാരിച്ചത്. അതായിരുന്നു. വേറൊരു വിഷയമാണ്, നമുക്കിവിടെ ഇതിനകത്ത് കയറാൻ വേണ്ടി കാര്യങ്ങളില്ല. ഇനി ലൂക്കോസിന് 18-ാം അധ്യായത്തിനകത്ത് നമ്മൾ കണ്ടു, ആ സ്ത്രീയോട് പ്രാർത്ഥിക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീയോട് ആ പട്ടണത്തിലെ അധികാരി അല്ലെന്നുണ്ടെങ്കിൽ ആ ജഡ്ജ് പറയുന്ന വാക്കുകൾ നോക്കണം. സ്ത്രീയോട് പറയുന്നത്, ഞാൻ ഇവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ വന്നെന്റെ എന്തെയും മുഖത്തടിക്കും. ഈ മനുഷ്യനെ ശങ്കമില്ല, ദൈവത്തെ എന്തോ ഇല്ല പുള്ളി, ഇദ്ദേഹത്തിന് ഭയമില്ല. ആ ഭയമില്ലാത്ത ഒരു മനുഷ്യൻ പറയാണ് ഇവള് വന്നെന്റെ മുഖത്തടിക്കുമെന്ന്. അതെങ്ങനെയാണ് തോന്നിയത്? അവൾ നിരന്തരം കോടതി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ അവിടെ നിന്ന് വിട്ടുമാറാതെ നിൽക്കുകയാണ്. അതിനകത്ത് തന്നെ അവിടെ നിൽക്കുകയാണ്. അതാണ് ദൈവം ഇവിടെ പറയുന്നത്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറാതെ നമ്മൾ പറഞ്ഞ വിഷയം പരിഹാരം വരുന്നത് വരെ അവിടെ നിൽക്കണം. അങ്ങനെ പരിഹാരം വരുന്നത് വരെ നിൽക്കാതിരുന്ന ഒരു വ്യക്തിയാണ് സക്രിയ പുരോഹിതൻ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ നിനക്കൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേ അദ്ദേഹത്തിന് വിശ്വസിക്കാനായിട്ട് എന്ത് പറ്റിയില്ല, സാധിച്ചില്ല. കാരണം അദ്ദേഹം ആ പ്രാർത്ഥനയെ മറന്നുപോയി. ചിന്തിച്ചു, ഇനി പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി ഒന്നും കിട്ടാൻ പോകുന്നില്ല. അവര് വിധി എഴുതി തള്ളി, ഞങ്ങൾക്ക് പ്രായമായി, ഇനി നടക്കാൻ പോകുന്നില്ല എന്ന്. പലപ്പോഴും ഇത് ദൈവത്തിന്റെ വിധിയാണ്, നടക്കത്തൊന്നുമില്ല, ഇനി പോട്ടെ, എങ്ങനെയും ആയി പോട്ടെ എന്ന് പറഞ്ഞ് തള്ളിവിടുന്ന ഒരു മനോഭാവം അനേകർക്കുണ്ട്. അങ്ങനെ തള്ളിക്കളയരുത്. ഞാൻ ദൈവസന്നിധിയിൽ ഒരു കാര്യം പറഞ്ഞു, എന്റെ കർത്താവ് അത് എനിക്ക് വേണ്ടി സമയമാകുന്നുണ്ട് ചെയ്തു തരും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് നടക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മൾ ചിന്തിക്കുന്ന സമയത്തല്ല മറുപടി കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ളയൊക്കെ പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. നടുമുറ്റം വിട്ടുപോകുന്നതിന് മുമ്പേ തന്നെ ആരോട് ദൈവം പറഞ്ഞു? യെശയ്യാവോട് പറഞ്ഞു, നീ കയറി ചെന്നിട്ട് എന്റെ ദാസനായ ഹിസ്കിയാവിനോട് പറയണം, ഞാൻ അവനെ ദിവസങ്ങൾ വർഷങ്ങൾ കൂട്ടിക്കൊടുക്കാൻ പോവുകയാണ്, അവൻ മരിക്കയില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു. ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി കിട്ടിയില്ലയോ? ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി കിട്ടി. അതേമാതിരിയാണോ കോർട്ടിൽ പോകുന്ന കേസ്? അല്ലല്ലോ, ലേറ്റ് ആകും, സമയമെടുക്കും. അപ്പം ഓരോന്നിനും ഓരോ രീതിയിലാണ്. വേറെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇന്ന് കിട്ടിയ ഒരു വെളിപ്പാടാ പറയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ലോകത്ത് നടക്കുന്ന അനിഷ്ട സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഹൃദയത്തിൽ ഭയങ്കര വേദനയുണ്ട്. എന്താ വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവിടെയുള്ള ദൈവദാസന്മാര് അവര് മുന്നോട്ട് അല്ല ഇതിനു വേണ്ടി പോകുന്നുണ്ട്. ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞ രീതിയിലാണെന്നുണ്ടെങ്കിൽ വിടുതൽ കിട്ടും. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടാ. അവൻ 12 അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഓക്കെ, ഇനി മത്തായി 10-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടാ. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഓക്കെ, ഇവിടെ രണ്ടിടത്തും കണ്ടത് ആദ്യം എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ആദ്യം അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും. ആദ്യം അശുദ്ധാത്മാക്കളെ പുറത്താക്കണം. അപ്പം ദേശത്തിന്റെ മേൽ അധിവസിക്കുന്ന അശുദ്ധാത്മാവ്, എന്തിനാണ് ഈ അശുദ്ധാത്മാവ് നിൽക്കുന്നത്? മക്കളെ, ഈ ദേശത്തില് മുഴുവനും അശുദ്ധിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ദുഷ്ടതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഭരണകൂടങ്ങളും അങ്ങനെയുള്ളതാണ്. അപ്പം നമ്മൾ ചെല്ലുന്ന ദേശത്ത്
അവിടെയുള്ള ദുഷ്ടാത്മ സേനകളെ അകറ്റേണ്ട ചുമതല ആദ്യം തന്നെ ആർക്ക് കൊടുത്തു? ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്പം നമ്മൾക്കൊരു പാർട്ടുണ്ട്. നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. അതിനാണ് ദൈവത്തോട് കൂടെ നടക്കേണ്ടത്. ദൈവത്തോട് കൂടെ നടക്കേണ്ടത്. ഇനിയും ഞാൻ എബ്രായ ലേഖനത്തിനകത്തും 4-ാം അധ്യായത്തിനകത്തും 10-ാം അധ്യായത്തിനകത്തും നമ്മൾ കണ്ടു നമ്മൾ എവിടം വരെ കയറി ചെല്ലാൻ സാധിക്കും. ഇന്നലെ കർത്താവദാസൻ പറഞ്ഞു, കൃപാസനത്തോട് എപ്പോഴും നമുക്ക് അതേസമയം പഴയ നിയമ വിശുദ്ധന്മാർക്ക്, പഴയ നിയമ പുരോഹിതന്മാർക്ക് ഒരിക്കലും വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതന് മാത്രം, അതും രക്തത്തോടു കൂടി അല്ലാതെ കയറി ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ നമുക്ക് ഏത് സമയത്തും എവിടെ കയറി ചെല്ലാം? ദൈവസന്നിധിയിൽ നേരിട്ട് ചെല്ലാനുള്ള അധികാരവും പദവിയും ആര് നമുക്ക് തന്നു? സ്വർഗം നമുക്ക് തന്നു. അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ആരുടെ ചുമതലയാണ്? നാം ഓരോരുത്തരുടേതും. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഈ കോടതിയുടെ കാര്യം ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഇന്ന് അടുത്ത ആഴ്ചയിൽ അതിന്റെ ബാക്കി ഭാഗം, എബ്രായ ലേഖനം ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. സങ്കീർത്തനം 17 അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം വായിച്ചാൽ, യഹോവേ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശം ഒന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായി ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മതി. അപ്പം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? യഹോവേ എന്റെ ന്യായത്തെ കേൾക്കണമേ. 2 എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. 3 കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നും എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. 4 എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്നും പുറപ്പെടട്ടെ. 5 നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. 6 എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദൈവത്തോട് കൂടെ നടക്കുന്നവർക്ക് മാത്രമേ ഈ ഇവിടെ ചെന്നെത്താനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നതെന്നും സ്നാനപ്പെടണമെന്നും, അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ളതിന്റെ കാര്യം അതാണ്. ദൈവമക്കളെ, നമ്മളിവിടെ മതമല്ല സംസാരിക്കുന്നത്, പഠിപ്പിക്കുന്നത്. ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഒരു മതവും കർത്താവ് എന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് സ്ഥാപിച്ചത് അവന്റെ രാജ്യമാണ്. ഒന്നിൽ പൈശാചിക രാജ്യം, അല്ലെങ്കിൽ ദൈവരാജ്യം. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ദൈവരാജ്യത്തിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൈശാചിക രാജ്യത്തിലാണ്. അതിന്റെ 15-ാമത്തെ വാക്യോടെ വായിച്ച് ഞാൻ ഇവിടെ നിർത്താൻ പോവാണ്. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. മക്കളെ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കിനി ഈ ലോകത്തിൽ എന്താ കൂടുതലായിട്ട് ചിന്തിക്കാറുള്ളത്? എന്ത് പിടിച്ച് നമുക്കിനി ലോകത്തിൽ എന്താ വേണ്ടത്? അല്പകാലം കൊണ്ട് നമ്മുടെ ജീവിതമുണ്ട്. അത് ദൈവത്തോട് കൂടി നടന്ന് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത ദൈവത്വം നമ്മുടെ ഹൃദയത്തിൽ ദുരുദ്ദേശമൊന്നും ഇല്ല എന്ന് നടക്കത്തക്ക രീതിയിൽ കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്
കർത്താവിനോട് കൂടെ നടക്കാം. അവൻ നേരുള്ള വിധി നിനക്ക് വേണ്ടി പുറപ്പെടുവിക്കും. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രയോജന കൃപ നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസിലോട് രാത്രികാലവും നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവികാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് സ്വർഗീയ കോടതി എന്നുള്ള വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണല്ലോ. കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപക്ഷെ ആരും ഇത് കോടതിയെക്കുറിച്ച് കേട്ട് കൺഫ്യൂസ് ആയെന്ന് ആരും കൺഫ്യൂസ് ആയില്ല എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. എന്നാൽ പൗലോസ് പറയുന്നത് പോലെ ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുന്നു, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമ ഭക്തന്മാർക്കില്ലാത്തതായ ഒരു പ്രിവിലേജ് ആണല്ലോ ആത്മാവിന്റെ ശക്തിയാൽ നമ്മളെ നിറച്ചേത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ. അത് ദൈവഹിതപ്രകാരമാണല്ലോ, അത് നമ്മുടെ ബുദ്ധി കൊണ്ടല്ലല്ലോ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി പകർന്ന് തന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് ഒരു ദൈവ പൈതല് അവനെ നീതിമാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. അവനിനി ഒന്നും അറിയേണ്ട. ആത്മനിറവുള്ളവരായിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചും കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ ഈ വിഷയങ്ങളെല്ലാം പഠിക്കുന്നത് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടം സ്ഥിരതയോടെ ഓടണം. അതാണ് 12-ാം അധ്യായത്തിന്റെ ചുരുക്കമെന്ന് പറയുന്നത്. എങ്ങനെ ഓടാം, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെയാണല്ലോ ചിന്തിച്ചു കൊണ്ടുവരുന്നത്. അതിനിടയ്ക്ക് ന്യായാധിപതിയുടെ വിഷയം വന്നപ്പോൾ ആ കോർട്ടിലേക്ക് യുവദാസൻ പോയെന്നേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മളെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടുകൂടി ഓടാം. കർത്താവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം, പ്രവർത്തിക്കാം. അതിനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കണം. അവർക്ക് മാത്രമേ ആ കൃപാസനത്തോട് അടുത്തു ചെല്ലാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അതാണ്. ഏതിനും ആര് വിളിച്ചാലും, ആര് വിളിച്ചപേക്ഷിച്ചാലും, ആര് വിശ്വസിച്ചാലും, ആരെ ഏറ്റുപറഞ്ഞാലും കർത്താവ് അവന്റെ പാപങ്ങളെ പോക്കി അവരെ നീതിമാന്മാരാക്കുന്നു. സ്തോത്രം. ആ ഒരവസ്ഥയിലേക്ക് നമുക്കായിത്തീരാം. കർത്താവിനോട് കൂടെ നടക്കാം, ജീവിക്കാം, പ്രവർത്തിക്കാം. അതിനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം.